ഒറ്റയ്ക്കൊത്തിരി ഒരുമിച്ചൊത്തിരി. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, ഒരു തെളിഞ്ഞ പ്രഭാതം. ഒരു പറ്റം കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി. ഏറെ നേരത്തെ അന്വേഷണത്തിന് ശേഷം ഒരു മരത്തിന്റെ ചവിട്ടിലേക്ക് അവരിൽ ഒരാൾ ഓടിയെത്തി. ഇതാ വലിയൊരു നെന്മണി, ഇത് നമുക്ക് ഒത്തിരി ദിവസത്തേക്കുള്ള ഭക്ഷണമാക്കാം. അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനുറുമ്പ് തടസ്സം പറഞ്ഞു. ഇത്രയും വലിയ നെല്ല് ആര് ചുമന്നെടുക്കും? എനിക്കെന്തായാലും പറ്റില്ല. മൂപ്പനുറുമ്പ് പറഞ്ഞു. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല, എനിക്കുമാവില്ല. എന്നാൽ നമ്മൾ ഒത്തൊരുമിച്ചാൽ നമുക്ക് നീ ചേർന്നാൽ ചുമന്ന് വീട്ടിലെത്തിക്കാം. അങ്ങനെ ഒരു പൊതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി. കുറെ പേർ മുൻപേ പോയി വഴിയൊരുക്കി. പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു. സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി. ധന്യത്തിന് അതേ ഭാരം. അപ്പോഴെങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിടാതെ എത്തിയില്ല. ഒരാൾ മടുക്കുമ്പോൾ മറ്റൊരാൾ ആ ഭാഗം വഹിക്കും. ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും. ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെ പ്രവേശനം ലക്ഷ്യമാക്കി അവർ ധന്യ വീട്ടിൽ എത്തിച്ചു. അവരെ അഭിനന്ദിച്ചുകൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ, ഒറ്റയ്ക്ക് സാധ്യമാക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് സാധ്യമാക്കി. കൂട്ടുകാരെ, കൂട്ടത്തിൽ ആനയുടെ കരുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല. സഹായിക്കാൻ നന്മനസ്സുള്ളവരുടെ കൽപ്പം ശേഷങ്ങൾ ചേർത്തു വച്ചാൽ എല്ലാവരുടെ വിജയം എളുപ്പമാകും. നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒരിക്കൽ പോകൂ. നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴുത്തമൊരിൽ അർത്ഥം ആകർഷണമാക്കി ഉയരുന്നുണ്ട്. ഇതു കായിക ഉത്സവങ്ങളുടെ കാലമാണ്. മറ്റൊരു തോൽസരം വിദ്യാർത്ഥികൾ കലോവേദങ്ങളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരമുണ്ടെന്ന് എന്ന വലിയ വീട്ടിലും ക്ലാസുകൾ മുറികളിലും നടക്കേണ്ടതാണ്. എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കായിക മത്സരങ്ങളുടെ നിയമമായിരിക്കാം. എന്നാൽ കുടുംബജീവിതത്തിൽ, സമൂഹത്തിൽ ഇത് പ്രയോജനപ്പെടുമോ? ഒട്ടുമില്ല. ഞാൻ മാത്രം ജയിക്കട്ടെ, അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു സെൽഫ് അബോധനത്തിൻ്റെ ഗ്രാഫ് ഉയർന്നത്. എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിൻ്റെ ഗ്രാഫ് കുത്തനെ താഴ്കയായിരിക്കുന്നു. ഇയാളുടെ അടുത്തുകൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും, ഞാൻ അവഗണിക്കപ്പെടും. ഇയാൾ എൻ്റെ മത്സരത്തിൻ്റെ എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വലിയ നൽകുന്നില്ല എന്ന അനുഭവത്തിൻ്റെ ഒരാൾ എത്ര കഴിവുള്ളവരായിരിക്കും. ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രാളപ്പെടുന്നവരുടെ നൈസായി ഒഴിവായിരിക്കും. പലവൻ വിജയിക്കട്ടെ, ഒറ്റയ്ക്ക് പോയി ഒടുക്കണം. മത്സരിക്കാൻ ഒരു കൂടെയില്ലാതെ ജീവിതത്തിൽ പറ്റെ തോറ്റു പോകുന്ന വളർത്തകാലം സാക്ഷ്യങ്ങൾ ഏറെയുണ്ട്. വ്യക്തികൾ മാത്രമല്ല, സംഘടനകളും സ്ഥാപനങ്ങളും പ്രധാനങ്ങളിൽ ഇങ്ങനെ സാദൃരംഗങ്ങളുടെ ഒറ്റയാൽ പാലിച്ച് സങ്കടത്തിനായി വളർച്ച മുരടിച്ച് തകർന്നു പോകുന്നുമുണ്ട്. എന്നാൽ നീ വിജയിക്കുമ്പോൾ ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല, നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ള അനുഭവിക്കുന്നവർക്ക് ഇപ്പോഴും വിജയിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരെ, നമുക്ക് ഒറ്റയ്ക്ക് ഇത്രയും കഴിയും. ഒരുമിച്ചാൽ ഒത്തിരി നേടാം. നോൺ ആസ് ഓഫീസ് ആസ് സ്മാർട്ട് ആസ് ഓൾ ഓഫ് അസ് എന്ന കെൻ ബ്ലഞ്ചാർഡിൻ്റെ വാക്കുകൾ ഓർക്കാം. ടീം വർക്ക് മേക്സ് ദി ഡ്രീം വർക്ക് എന്ന ജോൺ സി മാർക്കസിൻ്റെ നീർക്കണം പ്രാവർത്തികമാക്കാം. മറക്കാതെ പറയാം, ഒറ്റയ്ക്കിത്തിരി ഒരുമിച്ചാലിത്തിരി.